നമുക്കൊരു അസുഖം വരുമ്പോൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ എന്നെപ്പോലെ ദാ ഇങ്ങനെ വന്ന് കിടക്കേണ്ടി വരും കേട്ടോ. നാട്ടിൽ വെച്ച് എനിക്ക് ഫുഡ് പോയ്സൺ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഡോക്ടർ പറഞ്ഞായിരുന്നു അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഗോകുലത്തിൽ. അപ്പോൾ ഞാൻ അഡ്മിറ്റ് ആവേണ്ട, മരുന്നൊക്കെ വീട്ടിൽ വെച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചാട്ടോ കഴിച്ചത്. 2 ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആയപ്പോൾ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. തലചുറ്റലും, ഇടയ്ക്ക് വയറ് പ്രശ്നവും, പിന്നെ ഛർദിയും, അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ നേരെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എന്നെ പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെയാണ് ഞാൻ വന്ന് അഡ്മിറ്റ് ആയത്. ഇവിടെ വന്നപ്പോഴും അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഡോക്ടർ. നല്ല ഇൻഫെക്ഷനുണ്ട്. മക്കളെ കാര്യമാണ് കഷ്ടം. കാരണം അവർ ഇളയ ആൾ എന്നെ വിട്ട് നിൽക്കത്തില്ല. അപ്പോൾ ഏട്ടനൊക്കെ രാത്രിയാകുമ്പോൾ വീട്ടിൽ പോകും. രാവിലെ ആകുമ്പോഴാണ് മക്കളെയും കൊണ്ട് വരുന്നത്. എനിക്കുള്ള ഫുഡെന്ന് പറയുന്നത് ഉപ്പില്ലാത്ത ഭക്ഷണമായിരുന്നു കേട്ടോ. കാരണം വേവിച്ച ചിക്കന് ഇവിടെ അങ്ങനെയൊക്കെ കൊടുക്കുന്നത്, വേവിച്ച ചിക്കനും ചോറും മാത്രമൊക്കെയാണ്. രാവിലെ ഒരു ദോശയും ഒക്കെയാണ് തരുന്നത്. ഫുഡിൻ്റെ കാര്യം ഭയങ്കര ദയനീയമാണ്. അങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വേഗം വീട്ടിൽ പോയാൽ മതിയെന്ന് ഇപ്പോൾ പ്രാർത്ഥന.